ജൂലൈ 5 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ അദോണൈറ്റായ, വിശുദ്ധ സിറില്ല, വിശുദ്ധ ഡൊമീഷ്യസ്, വിശുദ്ധ എദാന, വിശുദ്ധ എർഫിൽ, വിശുദ്ധ ആന്റണി സക്കറിയ. വിശുദ്ധനായ ആന്റണി സക്കറിയ 1502-1539 കാലഘട്ടത്തിലാണ് വിശുദ്ധനായ ആന്റണി സക്കറിയ ജീവിച്ചിരുന്നത്. ബാർണബൈറ്റ്സ് എന്ന സഭയുടെ സ്ഥാപകനായ ഫാദർ ആന്റണി മരിയ സക്കറിയ ഇറ്റലിയിൽ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മ 18 വയസ്സിൽ വിധവയായതിനാൽ മകൻ്റെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കുന്നതിന് അവൾ സ്വയം സമർപ്പിച്ചു. 22-ാമത്തെ വയസ്സിൽ ഒരു ബിഷപ്പുര പരീക്ഷ ജയിച്ച് ക്രമോണയിൽ ദരിദ്രരുടെ ഇടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൈദിക പഠനം നടത്തി. 28-ാമത്തെ വയസ്സിൽ വൈദികനായി. ഉടനടി ഫാദർ ആന്റണി മിലാനിലേക്ക് പോവുകയും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെ ഓരോ സഭ സ്ഥാപിക്കാൻ തുടങ്ങുകയും ചെയ്തു. വൈദികരുടെയും സന്യാസികളുടെയും ജീവിത നവീകരണത്തിനായിരുന്നു ലക്ഷ്യം. അന്ന് ലൂതറിന്റെ മതവിപ്ലവം തിളച്ചു പൊങ്ങുകയായിരുന്നുവല്ലോ. വിശുദ്ധ പൗലോസിന്റെ ശിഷ്യനായ വിശുദ്ധ ബാർണബാസിന്റെ നാമത്തിൽ ബാർണബൈറ്റ് എന്ന് ഫാദർ ആന്റണി പുരുഷ വിഭാഗത്തിന് പേരിട്ടു. പള്ളിക്കകത്തും തെരുവീതിയിലും അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരുന്നു. പരസ്യ പ്രായശ്ചിത്തം ചെയ്യാനും അദ്ദേഹത്തിന് മടിയുണ്ടായിരുന്നില്ല. അൽമായ പ്രേഷിതത്വം, അടുത്തടുത്തുള്ള ദിവ്യകാരുണ്യ സ്വീകരണം, 40 മണി ആരാധന, പീഡാനുഭവ സ്മരണയ്ക്കായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ 3 മണിക്ക് പള്ളിയിൽ മണിയടിക്കുക മുതലായ കാര്യങ്ങൾ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ശത്രുക്കൾ അദ്ദേഹത്തിൻ്റെ 2 സഭകളെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് അവ രണ്ടും ഔദ്യോഗിക സന്ദർശനത്തിന് വിധേയമായി 2 പ്രാവശ്യവും കുറ്റമില്ലെന്ന് തെളിഞ്ഞു. ഒരു ധ്യാനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഗിയായി ഫാദർ ആന്റണി സ്വഭവനത്തിലേക്ക് ആനയിക്കപ്പെട്ടു. അവിടെ അമ്മയുടെ ശുശ്രൂഷകൾ സ്വീകരിച്ചു. 36-ാമത്തെ വയസ്സിൽ അദ്ദേഹം ദിവംഗതനായി. മിലാന്റെ അപ്പസ്തോലനായിട്ടാണ് ഫാദർ ആന്റണി അറിയപ്പെട്ടിരുന്നത്. ഒരു കുരിശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ പീഡാനുഭവത്തെപ്പറ്റിയും അനുതാപത്തിൻ്റെ ആവശ്യകതയെപ്പറ്റിയും തെരുവീതികളിൽ ചുറ്റി നടന്ന് അദ്ദേഹം പ്രസംഗിച്ചിരുന്നു. ആഞ്ചലിക്കൻസ് ഓഫ് സെയിൻറ്റ് പോൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സന്യാസിനി വിഭാഗം സ്ത്രീകളുടെ സന്മാർഗന നിലവാരം വളരെയേറെ അദ്ദേഹം ഉയർത്തി. മരിച്ച് 27 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ശരീരം അഴിഞ്ഞിരുന്നില്ല. മിലാനിലെ വിശുദ്ധ പൗലോസിൻ്റെ ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ ബാർണബാസിൻ്റെ ദേവാലയത്തിലേക്ക് അത് മാറ്റി സ്ഥാപിച്ചു. 13-ാം ലിയോ മാർപ്പാപ്പ 1797 മെയ് 27 അദ്ദേഹത്തെ വിശുദ്ധൻ എന്ന് പ്രഖ്യാപിച്ചു. ഇന്നേ ദിവസം 2 തിമോത്തിയോസ് 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ നമുക്ക് വിചിന്തനം ചെയ്യാം. തന്നിൽ പാപമില്ലെന്ന് പറയുന്നവൻ നുണയനാണ് എന്ന് സ്വയം വിളിച്ചു പറയുന്ന അധ്യാപകന്മാരെയാണ് ഇന്ന് വേണ്ടത്. ജനങ്ങൾ അവികലമായ ഉപദേശം ശ്രവിക്കാതെ തങ്ങളുടെ ദുരാശകൾക്ക് അനുയോജ്യമായ ഉപദേശങ്ങൾ നൽകുന്നവരുടെ പിന്നാലെ പോകുന്നത് വിനാശകാരണമായിരിക്കും. വിശുദ്ധനായ ആന്റണി സക്കറിയായെ ലോക സമാധാനത്തിന് വേണ്ടിയും മാതാപിതാക്കന്മാർക്ക് സമാധാനം ലഭിക്കുന്നതിനു വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.